അഗൻ എന്ന ക്യാരക്ടർ പ്രദീപ് രംഗനാഥന്റെ സോണിലുള്ളത് തന്നെയാണ്. കീർത്തീശ്വരൻ ഉദ്ദേശിക്കുന്ന തരം സ്വാഗർ കൊടുത്തുകൊണ്ട് ആ കഥാപാത്രത്തെ പുള്ളി അവതരിപ്പിക്കുന്നുണ്ട്. ഓരോ സിനിമയിലൂടെയും രജനീകാന്തും വിജയും ഒക്കെ ചെയ്യുന്നത് പോലെ സ്വന്തമായി കുറച്ച് സിഗ്നേച്ചർ മൂവുകൾ സൃഷ്ടിക്കാൻ പ്രദീപ് ശ്രമിക്കുന്നുണ്ട്. ലിറ്ററലി ലൗഡ് ആയിട്ടുള്ള ഒരു തരം കോമഡി ചെയ്തു ഫലിപ്പിക്കാനുള്ള കഴിവ് പ്രദീപ് ലവ് ടുഡേയിലും ഡ്രാഗണിലും ഒക്കെ ഓൾറെഡി കാണിച്ചു തന്നിട്ടുള്ളതാണ്. എനിക്ക് പക്ഷേ ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ടത് സ്റ്റൈലിനെയും ക്യാരക്ടറിന്റെ പെയിനിനെയും ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ചില മൊമെന്റുകളിൽ പെർഫോം ചെയ്തിട്ടുള്ളതായിരുന്നു. മമിത ബൈജു പ്രദീപിനൊപ്പം ഒരു കൂൾ ഡൂഡ് എനർജി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പടം വർക്കാകണമെങ്കിൽ ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കെമിസ്ട്രി നന്നാകേണ്ടത് അത്യാവശ്യമായിരുന്നു. അത് നല്ല രീതിയിൽ വർക്കൗട്ട് ആകുന്നുണ്ട്. മമിത ഏറ്റവും അധികം സ്കോർ ചെയ്ത സീൻ ഏതാണെന്ന് ചോദിച്ചാൽ തുടക്കത്തിൽ റിജക്ഷൻ ഫേസ് ചെയ്യുന്നൊരു ഭാഗമുണ്ട്. പടം തുടങ്ങി ഏറെക്കുറെ ഉടനെ തന്നെ നടക്കുന്ന ഒരു മൊമെന്റ് ആണിത്. എങ്കിൽ കൂടി നമുക്ക് ആ കഥാപാത്രത്തിന്റെ പെയിൻ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ളതായിരുന്നു മമിതയുടെ പെർഫോമൻസ്. വളരെ സർപ്രൈസിംഗ് ആയ ഒരു കാസ്റ്റിംഗും പ്രകടനവും വരുന്നത് ശരത് കുമാറിൽ നിന്നാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ തമിഴ്നാട്ടിലെ ലാലു അലക്സ് ഡാഡി ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആ ക്യാരക്ടറിന് വേറെ ഒരു ലെയർ കൂടെയുണ്ട്. അതൊരു കറക്റ്റ് ബാലൻസോടെ പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു സോഫ്റ്റ് ലവർ ബോയ് കഥാപാത്രത്തെയാണ് ഹൃദു ഹാരൂൺ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ആക്ഷൻ പടങ്ങളുടെ പിന്നാലെ പോകാതെ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളും ഹൃദു എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഈ പെർഫോമൻസ് കണ്ടപ്പോൾ തോന്നി.